വീണ്ടും ദേശീയ തലത്തിലേക്കാണ് ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ തെരഞ്ഞെടുപ്പ്. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ റബിൻ അല്പസമയത്തിനകം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. നാളെയാണ് പുതിയ അധ്യക്ഷനെ പ്രഖ്യാപിക്കുന്നത്. വിവരങ്ങൾ നൽകാൻ ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, പറയൂ. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി ഭാരതീയ ജനതാ പാർട്ടി തെരഞ്ഞെടുപ്പിലൂടെ അവരുടെ പുതിയ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ ഒരുങ്ങുകയാണ്. അതിന്റെ തെരഞ്ഞെടുപ്പ് നടപടികൾ കഴിഞ്ഞ ദിവസം വിജ്ഞാപനം പുറത്തിറക്കിയിരുന്നു. ഇന്നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയം. 2 മണി മുതൽ 4 മണി വരെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ളത്. അല്പസമയത്തിനകം തന്നെയും നിലവിൽ ബി.ജെ.പിയുടെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള ബീഹാറിൽ നിന്നുള്ള നേതാവ് നിതിൻ നബീൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി ഇവിടെ ബി.ജെ.പി. ഓഫീസിലേക്ക് എത്തും. ഞാനിപ്പോഴുള്ളത് ഡൽഹിയിലെ ബി.ജെ.പി. ആസ്ഥാനത്താണ്. ഇവിടെയും ഈ ഗേറ്റിന് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഗേറ്റിലൂടെ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിനായി ബി.ജെ.പിയുടെ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ബി.ജെ.പിയുടെ മുഖ്യമന്ത്രിമാർ, സംസ്ഥാന അധ്യക്ഷന്മാർ, ഓരോ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ അവരെല്ലാം തന്നെ ഈ ബി.ജെ.പി. ഓഫീസിലേക്ക് അകത്തേക്ക് എത്തുകയാണ്. ഇന്ന് നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് എന്ന ചുമതല വഹിക്കുന്ന നിതിൻ നബീൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. സാധാരണഗതിയിൽ ബി.ജെ.പി. ഐക്യകണ്ഠേന ഇത്തരത്തിൽ ഒരാൾ മാത്രം നാമനിർദ്ദേശ പത്രിക നൽകി ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നതാണ് പതിവുള്ളത്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ നാമനിർദ്ദേശം ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും നാളെ വോട്ടെടുപ്പ് നടക്കുക. നാളെയാണ് വോട്ടെടുപ്പിനുള്ള തീയതി നിശ്ചയിച്ചത്. നാളെ തന്നെ പുതിയ അധ്യക്ഷന്റെ പ്രഖ്യാപനവും ഉണ്ടാകും. നിലവിൽ ഒരു കാര്യം ഉറപ്പാണ്, ബീഹാറിൽ നിന്നുള്ള നിലവിൽ ദേശീയ വർക്കിംഗ് പ്രസിഡന്റായിട്ടുള്ള നിതിൻ നബീൻ തന്നെയായിരിക്കും ബി.ജെ.പിയുടെ അമരത്തേക്ക് എത്തുക എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. അതോടുകൂടി ബി.ജെ.പിയുടെ നേതൃനിരയിലൊരു തലമുറ മാറ്റത്തിലേക്ക് കടക്കുന്നു എന്ന വിലയിരുത്തൽ കൂടി നമുക്ക് നടത്താൻ സാധിക്കും. നിതിൻ നബീൻ എന്ന പേര് ദേശീയ രാഷ്ട്രീയത്തിന് അത്രയധികം അങ്ങോട്ട് പരിചിതമല്ല എങ്കിൽ പോലും ബീഹാറിൽ നിന്നുള്ള കരുത്തുറ്റ ജനപ്രിയനായ നേതാവാണ് അദ്ദേഹം. 20 വർഷം, അതായത് 2 പതിറ്റാണ്ടോളമായി MLA ആയി തുടരുന്ന ABVP-യിലൂടെ പൊതുപ്രവർത്തനം ആരംഭിച്ച് യുവമോർച്ചയുടെയും ബി.ജെ.പിയുടെയും വിവിധ ചുമതലകൾ വഹിച്ച ശക്തനായ നേതാവാണ് നിതിൻ നബീൻ എന്നുള്ളത്. അത്തരത്തിൽ പുതിയ മുഖങ്ങളെ അല്ലെങ്കിൽ വളരെ കൃത്യമായി നേതൃമാറ്റം കാലാനുസൃതമായി നടത്തുന്ന ബി.ജെ.പി. നേരത്തെ ഇത്തരം ചോദ്യങ്ങളോട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അല്ലെങ്കിൽ ബി.ജെ.പിയുടെ മുതിർന്ന നേതാക്കൾ പ്രതികരിക്കുന്ന ഒരു ശൈലി നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ഒന്നല്ല 1000 നരേന്ദ്രമോദിമാർ അല്ലെങ്കിൽ ഒന്നല്ല 1000 അമിത്ഷാമാർ ഞങ്ങളുടെ അണിയറയിലുണ്ട്. ഓരോ ഘട്ടം വരുമ്പോൾ, ആവശ്യം വരുമ്പോൾ മാത്രം അവർ വെളിച്ചത്തിലേക്ക് എത്തും എന്നുള്ള പ്രതികരണം മുൻപ് ബി.ജെ.പി. നേതാക്കൾ നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനനുസൃതമായി പ്രധാനപ്പെട്ട നേതാക്കളെ അല്ലെങ്കിൽ പാർട്ടിയെ നയിക്കാൻ കഴിയുന്ന നേതാക്കളെ മുന്നിലേക്ക് എത്തിച്ചുകൊണ്ടൊരു വലിയ തലമുറ മാറ്റം നിലവിൽ ബി.ജെ.പിയുടെ നേതൃനിരയിൽ ഉണ്ടാകാൻ പോകുന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് അല്പസമയത്തിനകം തന്നെ നടക്കും. നിലവിലെ ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് നിതിൻ നബീൻ ബി.ജെ.പി. ആസ്ഥാനത്തേക്ക് എത്തിക്കും. അദ്ദേഹം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ബി.ജെ.പിയെ സംബന്ധിച്ച് ഏറ്റവും കുറഞ്ഞത് 50% സംസ്ഥാനങ്ങളിൽ ഈ സംഘടനാ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി സംസ്ഥാന അധ്യക്ഷന്മാരെ തീരുമാനിച്ചു കഴിഞ്ഞതിന് ശേഷം ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനാകും. അത്തരത്തിൽ സംസ്ഥാന തലത്തിൽ പുനഃസംഘടന പൂർത്തിയാകുമ്പോഴാണ് ദേശീയ തലത്തിലേക്ക് ഇപ്പോൾ ഒരു നേതൃമാറ്റത്തിലേക്ക് എത്തുന്നത്. നേരത്തെ 2019 ദേശീയ വർക്കിംഗ് പ്രസിഡന്റായി എത്തിയ JP നദ്ദ 2020 ജനുവരി 20 തന്നെയായിരുന്നു ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്ന ചുമതല അമിത്ഷായിൽ നിന്ന് ഏറ്റെടുത്തത്. നേരത്തെ അമിത്ഷാ ദേശീയ അധ്യക്ഷ സ്ഥാനം വഹിക്കുമ്പോൾ അദ്ദേഹം കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തിയപ്പോഴായിരുന്നു JP നദ്ദ ആ പദത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ JP നദ്ദ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എത്തുന്നു. ബി.ജെ.പി. നേതൃമാറ്റത്തിനൊരുങ്ങുകയാണ്. നാളെയാണ് പുതിയ അധ്യക്ഷന്റെ തെരഞ്ഞെടുപ്പും പ്രഖ്യാപനവും. തത്സമയം ഓരോ നടപടിക്രമങ്ങളും ജനം TV-യിലൂടെ പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ്. വിഷ്ണു തയ്യാറാണ്, ഒപ്പം എല്ലാ സജ്ജീകരണങ്ങളും റെഡിയാണ്.